നമസ്കാരം. പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനി പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹം കഴിയുക. ഇതിനിടെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള തീരുമാനം തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ തീരുമാനമായിരുന്നുവെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ തുറന്നു സമ്മതിക്കുകയാണ്. തീർന്നില്ല, അതോടൊപ്പം തന്നെ തന്റെ ചെയ്തിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അദ്ദേഹം. അതായത്, റഷ്യയുടെ എണ്ണ വ്യവസായത്തെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ അമേരിക്കയിലെ സാധാരണക്കാർക്ക് തിരിച്ചടിയായെന്ന് സമ്മതിച്ചുകൊണ്ടും അദ്ദേഹം രംഗത്തെത്തി. ഇത് ഗ്യാസ് വില വർധനവിന് കാരണമായെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടുകയാണ്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം മനസ്സിലായതെന്ന് അദ്ദേഹം പറയുന്നു. അതായത്, റഷ്യയിലെ രണ്ട് പ്രധാന എണ്ണ ഉൽപാദകരായ ഗാസ്പ്രോം നെഫ്റ്റ്, സർഗുഡ് നെഫ്റ്റ് ഗാസ് എന്നിവയെയും ഇൻഷുറൻസ് ഗതാഗത സേവനങ്ങളിൽ നൽകുന്നവരുടെ സബ്സിഡിയറികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഉപരോധ നടപടികൾ നടത്തിയത്. ഷാഡോ ഫ്ലീറ്റ് എന്ന അമേരിക്കൻ വിശേഷിപ്പിച്ച പാശ്ചാത്യ നിയന്ത്രണങ്ങൾ ലംഘിച്ച് റഷ്യൻ എണ്ണ കടത്താൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന 180-ലധികം കപ്പലുകളും അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. അതേസമയം തന്നെ ഗ്യാസിന്റെ വില വർദ്ധിക്കാൻ കാരണമായെങ്കിലും അമേരിക്കൻ ഉപരോധം യുദ്ധം നടത്തുന്നതിൽ റഷ്യക്ക് തിരിച്ചടിയായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിയന്ത്രണങ്ങൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ സാരമായി ബാധിക്കുമെന്നും അതുപോലെ തന്നെ ബൈഡൻ വാദിക്കുകയാണ്. സൈനിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാനുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സിനെ തടസ്സപ്പെടുത്തുകയാണ് ഉപരോധം ലക്ഷ്യമിടുന്നതെന്ന് ബൈഡൻ കൂട്ടിച്ചേർത്തു. റഷ്യയ്ക്കുള്ള പുതിയ ഉപരോധ പാക്കേജ് ഉടൻ എത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ സംഘർഷത്തോടുള്ള ബൈഡന്റെ സമീപനത്തെ വിമർശിക്കുകയും താൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അതേസമയം തന്നെ റഷ്യ അമേരിക്കൻ നിയന്ത്രണങ്ങളെ നിരസിക്കുന്നുമുണ്ട്. അവയെ നിയമവിരുദ്ധമെന്ന് വിളിച്ചു. ഉപരോധം മൂലമുണ്ടായ വെല്ലുവിളികളെ റഷ്യ അതിജീവിച്ചതായും ആഭ്യന്തര വ്യവസായങ്ങളെ ഉത്തേജിപ്പിച്ചതിന് അംഗീകാരം നൽകിയതായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായി തുടരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വിജയം ഉറപ്പായിരുന്നുവെന്നും ബൈഡൻ പറഞ്ഞു വെക്കുകയാണ്. പാർട്ടിയുടെ ഐക്യം തകർക്കരുതെന്ന് കരുതിയാണ് സ്ഥാനാർത്ഥിത്വം പാതിവഴി ഉപേക്ഷിച്ചതെന്നും ബൈഡൻ സൂചിപ്പിച്ചു. കമല ഹാരിസിന് ട്രംപിനെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ബൈഡൻ പറയുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ അതേസമയം തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിൽ ഖേദിക്കുന്നുണ്ടോ, ട്രംപിനെ എളുപ്പം പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നായിരുന്നു വൈറ്റ് ഹൗസിൽ വാർത്താ ഏജൻസിയായ PTI ബൈഡനോട് ചോദിച്ചത്. ഞാനങ്ങനെ കരുതുന്നില്ല. എനിക്ക് ട്രംപിനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു. കമലയ്ക്കും ട്രംപിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെയും ബൈഡൻ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് ചലിക്കാൻ പോലും സാധിക്കില്ലെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി വിശ്വസിച്ചു. അതോടെ കടുത്ത ആശങ്കയിലായി എല്ലാവരും. പാർട്ടിയുടെ ഐക്യം കാത്തു സൂക്ഷിക്കുകയായിരുന്നു പ്രധാനം. അതിനാൽ തന്നെ പാതി വഴിയിൽ വെച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. മത്സരിച്ചാൽ ട്രംപിനെതിരെ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അക്കാര്യത്തിൽ എനിക്ക് സംശയം തന്നെ ഉണ്ടായിരുന്നില്ല. പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കമല വിജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷ, ബൈഡൻ പറയുന്നു. US പ്രസിഡന്റ് ആകാൻ സാധിച്ചത് ജീവിതത്തിലെ മഹത്തായ കാര്യമാണെന്നും 82-കാരനായ ബൈഡൻ കൂട്ടിച്ചേർത്തു. അടുത്ത ബുധനാഴ്ചയാണ് ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗം. കഴിഞ്ഞ ജൂണിൽ അറ്റ്ലാന്റയിൽ വെച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി നടന്ന സംവാദത്തിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് ബൈഡന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടായത്. ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയ ശേഷമാണ് കമല ഹാരിസ് മത്സര രംഗത്തേക്ക് കടന്നു വന്നത്. സെനറ്റിലും അതുപോലെ തന്നെ ജനപ്രതിനിധി സഭയിലും ഭൂരിപക്ഷം നേടിയാണ് ഇക്കുറി റിപ്പബ്ലിക്കൻ പാർട്ടി കരുത്ത് കാട്ടിയത്. നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റായി കമല ഹാരിസിനെ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടുത്തിയത്. നിയുക്ത പ്രസിഡന്റ് ട്രംപ് ജനുവരി 20-നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.